ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് ഒരു പ്രത്യേക യാത്ര നടത്തുകയായിരുന്നു. യാത്രോദ്ദേശ്യം കൂഫ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൂഫയിലെ പ്രധാന ഭരണാധികാരിയായ അല്ലെങ്കിൽ ഗവർണറായ സയ്യിദ്ന സഈദ് ഇബ്നു ആമിർ അൽ-ജുംഹി റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കലാണ്. കാരണം കൂഫയിൽ ഏതൊരാളെ നിയമിച്ചാലും ഒരുപാട് പരാതികളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. പക്ഷേ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് നിയമിച്ചപ്പോൾ പരാതികളും പരിഭവങ്ങളൊന്നും കാണാതിരുന്നപ്പോൾ സന്തോഷം കൊണ്ട് സഈദ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ വേണ്ടി കൂഫയിലേക്ക് വന്നതാണ് സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു വന്നു, ജനങ്ങളെ കണ്ടു, വിവരങ്ങളൊക്കെ അന്വേഷിച്ചു, വളരെ സന്തോഷമായി. ആ സമയത്താണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി സഈദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ചിലരൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസമായി രേഖപ്പെടുത്തി. അതിൽ ചിലത്, ഒന്ന്, സഈദ് റളിയല്ലാഹു അൻഹു രാവിലെ ചില ദിവസങ്ങളിലൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വൈകുന്നുണ്ട്. രണ്ടാമത്തത്, ചിലർ പറഞ്ഞു മാസത്തിലൊരു ദിവസമാകുമ്പോൾ സഈദ് റളിയല്ലാഹു അൻഹു പകലിൻ്റെ വലിയൊരു സമയം പുറത്തിറങ്ങാതിരിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു പരാതി ചിലരിൽ നിന്ന് കേട്ടു, സഈദ് റളിയല്ലാഹു അൻഹു ചില സന്ദർഭം എത്തുമ്പോൾ ഒരു പരിസരം മറന്നതുപോലെ പെരുമാറുന്ന ഒരു സ്വഭാവം, അഥവാ ഒരു പ്രത്യേക ശ്രദ്ധയില്ലാതെ അലഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നു കാണുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മാറി നിന്ന് സഈദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തതിന് ശേഷം പരസ്യമായി സഈദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ തീരുമാനിച്ചു, എന്താണ് ഈ 3 കാര്യങ്ങൾ? അതിലൊന്ന് സഈദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഒന്നാമത്തതിന് സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കത് പറയാൻ പ്രയാസമുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റില്ല, അത് പറയണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എൻ്റെ വീട്ടുകാർക്ക് ആവശ്യമായ ഭക്ഷണം പാചകം ചെയ്യുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ആട്ടയും മറ്റുമൊക്കെ കുഴക്കാനും മറ്റ് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഞാൻ വേണം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സമൂഹത്തിലേക്ക് സേവനത്തിനിറങ്ങുന്നത്, അതുകൊണ്ടാണ് വൈകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ ആ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ചോദിച്ചു, രണ്ടാമത്തതിൻ്റെ കാരണം എന്താണ്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, രണ്ടാമത്തതിൻ്റെ കാരണം, ഞാൻ ഒരു ഡ്രസ്സാണ് കാര്യമായി ഉപയോഗിക്കുന്നത്, അത് അലക്കുന്ന ദിവസമാണ് ഞാൻ പുറത്തിറങ്ങാൻ വൈകുന്നത്. മൂന്നാമത്തത് ചോദിച്ചു, ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ചില ബോധക്കുറവ് കാണിക്കുന്നു, അല്ലെങ്കിൽ പരിസര ബോധമില്ലാതിരിക്കുന്ന ചില സന്ദർഭമുണ്ട്. സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെന്നെ ഏറെ ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് വൈകാരികമായി പറയാനുള്ള ഒരു കാര്യമാണത്. സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഗതകാല ചരിത്രം അത് വളരെ ചുരുക്കി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങളൊക്കെ മദീനയിലിരിക്കുന്ന സമയം, ഞാൻ മക്കയിൽ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലെ ഒരാളായിരിക്കുന്ന ഒരു സമയം, അന്നത്തെ ഒരു രംഗം ഓർക്കുമ്പോഴാണ് ഞാൻ പരിസരം മറന്നു പോകുന്നത്. കാരണം ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള 10 പേരെ പിടിക്കപ്പെടുകയും ആ 10 പേരെ അതിൽ ചിലർ കൊല്ലപ്പെടുകയും ഖുബൈബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള 1-2 പേരെ ശത്രുക്കൾക്ക് ലഭിക്കുകയും ചെയ്തൊരു സന്ദർഭമുണ്ടായിരുന്നു. അതിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കുകൾ തീരുമാനിക്കുകയും അവർ കഴുമരത്തിൽ നാട്ടിയിട്ട് പരസ്യമായി കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നൊരു സന്ദർഭം. മക്കയിലെ എല്ലാ ചെറുതും വലുതും പുരുഷനും സ്ത്രീയും എല്ലാവരും ഒരുമിച്ചുകൂടി ആർപ്പ് വിളിച്ച് കഴിയടിച്ച് കൊല്ലാൻ കൊണ്ടുപോകുന്നൊരു സന്ദർഭം. ഖുബൈബിൻ്റെ മുഖത്ത് യാതൊരു ചാഞ്ചാട്ടവും ഇല്ല. കൊല്ലാൻ തീരുമാനിച്ച കഴുമരത്തിന് ചുവട്ടിലെത്തിയപ്പോഴും ഖുബൈബിൻ്റെ ചാഞ്ചാട്ടമില്ലാത്ത ആ ഒരു മനോഭാവം കണ്ടപ്പോൾ ശത്രുക്കൾ ചോദിച്ചു, വല്ല അന്ത്യാഭിലാഷങ്ങളും ഉണ്ടോ? ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കണം. ആ സ്ഥലത്ത് വെച്ച് ശാന്തമായി 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ദീർഘമായി നിസ്കരിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങളിൽ ആർക്കെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട നേതാവ് സയ്യിദുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളുടെ അനുയായികളിൽ ഒരാൾക്ക് മരണത്തെ ഭയമുണ്ടെന്നൊരു തോന്നലില്ലായിരുന്നുവെങ്കിൽ ഞാൻ ദീർഘിപ്പിച്ച് നിസ്കരിക്കുമായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാകണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഹ്രസ്വമായി നിസ്കരിച്ചത്. ശാന്തമായ ആ 2 റക്അത്ത് നിസ്കാരം അത് സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് എന്നെ ഏറെ ചിന്തിപ്പിച്ചു. എന്നെ മാത്രമല്ല, മുശ്രിക്കീങ്ങളെ ഏതൊരാളെയും അവിടെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. കാരണം അവരുടെ തൊട്ടുപിറകെയുള്ളൊരു ചോദ്യമുണ്ട്, സഈദെ, നിന്നെ വെറുതെ വിട്ടേക്കാം. കാരണം സഈദിനെ കൊല ചെയ്യുന്നതിന് യാതൊരു അർത്ഥവുമില്ല. സഈദിനെ കൊല്ലുന്ന സമയത്ത് കണ്ടു നിൽക്കുന്ന ഏതൊരാളുടെ മനസ്സിലും വീണ്ടും ഈമാനിനോടും ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ബഹുമാനവും ആദരവും തോന്നാനാണ് കാരണമാകുന്നത്. കാരണം ഇങ്ങനെ മരണത്തെ ഭയമില്ലാതെ പുൽകുന്ന ഒരു ആദർശമുണ്ടെങ്കിൽ
ആ ആദർശം എനിക്കും വേണമെന്ന് ഈ കാഴ്ചക്കാർക്ക് തോന്നുകയില്ലേ? അതുകൊണ്ട് തന്നെ ഇവരെ വിട്ടയക്കാം എന്ന അർത്ഥത്തിൽ മുശ്രിക്കുകൾ ചോദിച്ചു, വിട്ടയക്കാം, ഈ സ്ഥാനത്ത് മുഹമ്മദ് ആണെങ്കിൽ നിനക്ക് കുഴപ്പമില്ലെന്നൊന്ന് പറഞ്ഞാൽ മതി. അത്രയും ശാന്തനായിരുന്ന ഹുബൈബിൻ്റെ ചുണ്ടുകൾ വിറച്ചു. ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അന്ന ശൗക്കത്തൻ തശൂഖുഹു, ഒരു മുള്ള് അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ തറക്കുന്ന സമയത്ത് ഈ ഹുബൈബ് സ്വസ്ഥനായി വീട്ടിലിരിക്കുന്നതൊന്ന് സങ്കല്പിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നായിരുന്നു രോഷാകുലനായ പ്രകമ്പനം കൊള്ളിക്കുന്ന ഹുബൈബിൻ്റെ വാക്കുകൾ. ആ വാക്കുകൾക്ക് ശേഷം ഹുബൈബ് റളിയല്ലാഹു അൻഹു പരസ്യമായി തൂക്കിലേറ്റപ്പെട്ടു. സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, മക്കയിലെ മുശ്രിക്കീങ്ങളിലെ പലരെ പോലെ എൻ്റെ ഖൽബിലും ഹുബൈബ് പതിഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളുടെ ചിത്രം അതിലെ ഒരു പ്രതിചിത്രമായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന പ്രതിബിംബമായി ഹുബൈബ് റളിയല്ലാഹു അൻഹു എല്ലാവരുടെ കൽബിലും എന്നതുപോലെ ഏറെ പ്രത്യേകമായി എൻ്റെ കൽബിലും പതിഞ്ഞു. ഞാൻ ഉറക്കത്ത് ചെന്ന് കിടന്നാൽ എൻ്റെ സ്വപ്നം ഹുബൈബാണ്. ആരാണ് ഈ ഹുബൈബ്? എങ്ങനെയാണ് ഹുബൈബ് ഇങ്ങനെ രൂപപ്പെട്ടത്? മരണം മുന്നിൽ കാണുമ്പോഴും ഒരു നേതാവിനെ ജീവന് തുല്യം സ്നേഹിക്കാൻ കഴിയുന്ന രീതിയിൽ, മരണം മുന്നിൽ കാണുമ്പോഴും തൻ്റെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ ശാന്തമായി സുജൂദ് ചെയ്യാൻ ശേഷി നൽകുന്ന ഒരു ഈമാൻ. ഏതാണ് ആ ഈമാൻ? എന്താണ് ഇതിൻ്റെ രഹസ്യം? എനിക്കും ആ രഹസ്യം വേണം എന്ന ചിന്ത ഹുബൈബിൻ്റെ ഉറക്കിലും ഉണർവിലും പിന്തുടരാൻ തുടങ്ങി. മനസ്സിൽ പേമാരി പോലെ ഉണർന്നിരിക്കുമ്പോൾ ഹുബൈബ് എന്ന ചിന്ത വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മക്കയിലേക്ക് വന്നത്. മക്കയിൽ വന്നവരെയൊക്കെ തിരിച്ചയക്കുന്ന സന്ദർഭമാണെങ്കിൽ പോലും ഞാൻ മക്കയിൽ വന്നു, ഇസ്ലാം സ്വീകരിച്ചു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഴൽ പോലെ പിന്തുടർന്നു, ഇൽമ് നേടി, മുത്തുനബി തങ്ങളുടെ ഇഷ്ടമിത്രമായി. സുദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം എത്തിയപ്പോൾ പ്രധാന ഉപദേശകരിൽ സഈദ് ഉണ്ടായിരുന്നു. ഇന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാം ഖലീഫയായ അങ്ങയുടെ പ്രധാന ഉപദേശകരിലും ഞാനുണ്ട്. ഞാൻ പലപ്പോഴും ഈ കൂഫയിലെ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളുടെ ഈമാനിൻ്റെ കൺട്രോൾ പൊസിഷനിലിരിക്കുമ്പോൾ പലപ്പോഴും ആലോചിച്ചു പോകും, ഹുബൈബിൻ്റെ 2 റക്അത്തിൽ നിന്ന് ജനിച്ചതാണ് ഈ സഈദ്. ഈ സഈദിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആകാശം പൊട്ടി പിളർന്നെങ്കിലെന്ന് തോന്നുന്നൊരു ഘട്ടമുണ്ട്. ഭൂമി പിളർന്നു പോയിരുന്നെങ്കിലെന്ന് തോന്നുന്നൊരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ എൻ്റെ അടുത്തിരിക്കുന്നവരെ ഞാൻ അറിയുന്നില്ല. സഈദ് ബിൻ ആമിറുൽ ജുംഹി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണിത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ചരിത്രങ്ങളാണ് മനുഷ്യൻ്റെ മനസ്സിൽ ഈമാനിൻ്റെ അഭിരുചിയും ഈമാനിൻ്റെ മാധുര്യവും രചിക്കുന്നത്. യഥാർത്ഥത്തിൽ സെലിബ്രിറ്റികൾ ഇവരല്ലേ? ജീവിതത്തിലെ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അതിനുവേണ്ടി സ്വന്തം നാട് വെടിയാൻ സന്നദ്ധതയുള്ള ഒരു ജനത. സ്വന്തം ഈ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ, അഥവാ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനെ ആരാധിക്കുന്ന ഈ ഒരു വിശ്വാസത്തിൻ്റെ മാധുര്യവും ഈ വെളിച്ചവും നമുക്കെങ്ങാനും ലഭിച്ചിരുന്നില്ലെങ്കിൽ ഏതെങ്കിലും പശുവിൻ്റെയോ ഏതെങ്കിലും ജീവജാലങ്ങളുടെയോ മുന്നിൽ കുമ്പിടുന്ന കേവലം ഒരു മനുഷ്യരായി നമ്മൾ അതപ്പതിക്കുമായിരുന്നില്ലേ? നമുക്ക് മനുഷ്യത്വം, മനുഷ്യൻ്റെ മൂല്യം അത് നേടിത്തരാൻ വേണ്ടി ജീവിതം സമർപ്പിച്ച ഇവരല്ലേ സെലിബ്രിറ്റികൾ. ആ സെലിബ്രിറ്റികളെ പിന്തുടരുന്നതിൻ്റെ പേരിൽ നമ്മുടെ തലയിൽ തലപ്പാവുണ്ടാകുമ്പോൾ, നമ്മുടെ മുഖത്ത് താടിയുണ്ടാകുമ്പോൾ, നമ്മൾ ധരിക്കുന്ന ഡ്രസ്സിൽ അതിൻ്റെ ഒരു അടയാളമുണ്ടാകുമ്പോൾ അത് വലിയൊരു ആത്മാഭിമാനമാണ്. ആ ആത്മാഭിമാനം നമ്മളിലേക്ക് പകർന്നെടുക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് മഹാന്മാരുടെ ചരിത്രം. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും തറാവീഹിന് ശേഷം നമുക്ക് ഓരോ സ്വഹാബിയുടെയും ചരിത്രത്തിൽ നിന്ന് ശകലങ്ങൾ നമുക്ക് നുകരാം. ആ ചരിത്രങ്ങളിൽ നിന്ന് ശകലം നുകരുന്നത് പോലെ തന്നെ ഒരു ആസ്വാദനമാണ് അൽഹംദുലില്ലാഹ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളിൽ നിന്നുള്ള വിത്രിയയുടെ ഈ സദസ്സ്. ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം അത് ആലപിച്ച് അത് ആസ്വദിച്ചുകൂടി നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.